ഫിഷ് ചട്ടിക്കറി, ഫിഷ് കല്ലിച്ചുട്ടത്, പാൽക്കപ്പി എന്നീ ഐറ്റംസ് കിട്ടുന്ന പത്തനംതിട്ടയിലെ ഒരേ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് ചൂണ്ടക്കാരൻസ്. അടൂർ ഏനാത്ത് റൂട്ടി കിളിവയലിലാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ ഒരു മീൻകുളം ഒക്കെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു മണി കെട്ടി തൂക്കി ഇട്ടേക്കുന്ന കാണാം. അത് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടിക്കാനുള്ള മണിയാണ്. എത്ര വട്ടം വേണമെങ്കിലും ആ മണി നമുക്ക് അടിക്കാൻ സാധിക്കും ഇവിടെ. അതുകൂടാതെ തന്നെ കൊച്ചു കുട്ടികളുമായാണ് വരുന്നതെങ്കിൽ ഇവിടെ അവർക്കുള്ള തൊട്ടിലുമുണ്ട്. ഇവിടെ വൈകിട്ടത്തെ മെനു ആണ് ഈ കാണുന്നത്. ഉച്ച മുതൽ രാത്രി വരെ എല്ലാ ദിവസവും ഈ ഷോപ്പുണ്ട്. ഉച്ചയ്ക്കാണ് നിങ്ങൾ ഇവിടെ വരുന്നെങ്കിൽ നല്ല ഊണും ചട്ടിച്ചോറും ഫിഷ് ഐറ്റംസും എല്ലാം കിട്ടും ഇവിടുന്ന്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഞങ്ങൾ ട്രൈ നോക്കിയത് ആദ്യമേ പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. 270 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. പോഞ്ഞിക്കര കപ്പയാണ് അടുത്തത് ഞാൻ ട്രൈ നോക്കിയത്. 240 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഒരു ഗ്രേവിയിൽ കുളിപ്പിച്ച് ബീഫൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണ് പൂഞ്ഞിക്കര കപ്പ വന്നത്. ഇത് അടിപൊളിയായിരുന്നു. മെയിൻ കോഴ്സ് ആദ്യമേ ട്രൈ നോക്കിയത് കൊഞ്ച് കുത്തി തൂക്കിയതും ഫിഷ് കല്ലി ചുട്ടതുമായിരുന്നു. രണ്ട് ഐറ്റംസും പ്രസന്റേഷനിലായാലും ടേസ്റ്റിലായാലും വേറെ ലെവൽ തന്നെ ആയിരുന്നു. ഒരു സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫിഷ് ഐറ്റംസിന് റേറ്റ് വരുന്ന അതിന്റെ സൈസ് അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ വേറെ വേറെ പ്രൈസ് ആണ് ഓരോ ദിവസവും വരുന്നത്. ഞണ്ട് കാന്താരി റോസ്റ്റ് ആണ് ഞങ്ങൾ അടുത്ത ട്രൈ നോക്കിയത്. ഇതിനകത്തെ ആ മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ കാന്താരിയുടെ ഒക്കെ ആ ഫ്ലേവർ നല്ലോണം കെറിച്ച് ഇരിപ്പുണ്ടായിരുന്നു. 380 രൂപയാണ് ഈ ഞണ്ട് കാന്താരി റോസ്റ്റിന് റേറ്റ് വരുന്നത്. എല്ലാ സീ ഫുഡ് റെസ്റ്റോറന്റിലും അവിടുത്തെ ഫുഡ് പോലെ തന്നെ പ്രൈസും ഉണ്ട്. മീനിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യും തോറും ഇവിടുത്തെ ഐറ്റംസിന്റെ വിലയും മാറിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ ഷെഫ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ ക്വാണ്ടിറ്റിയിലും ടേസ്റ്റിലും പ്രസന്റേഷനിലുമാണ്. കറി ഐറ്റംസ് ഞങ്ങൾ ട്രൈ നോക്കിയത് ബീഫ് കാന്താരി സ്റ്റൂ ആണ്. 190 റുപ്പീസ് ആണ് ഇതിന് റേറ്റ് വരുന്നത്. ടേസ്റ്റും ക്വാണ്ടിറ്റി ആ റേറ്റിനനുസരിച്ചുണ്ടായിരുന്നു. കറി ഐറ്റംസിന്റെ കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി ഇടിയപ്പം, പാലപ്പം, പൊറോട്ട എന്നിവയാണ് മേടിച്ചത്. 3 ഐറ്റംസിന്റെ കൂടെ ബീഫ് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു ഐറ്റമാണ് പാൽക്കപ്പ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ട്രെൻഡിങ് കോംബോയാണ് പാൽക്കപ്പയും വരാല് വറ്റിച്ചത്. ഒരു ചട്ടി പാൽക്കപ്പയ്ക്ക് ഇവിടെ 120 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവിടുത്തെ ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യുന്നത്. വരാലൊക്കെ നല്ല സൈസ് ഉള്ളതായിരുന്നു. ഇതിന്റെ മസാല ഒരു സ്പൈസി ആയിട്ടുള്ള മസാലയായിരുന്നു. പക്ഷെ പാൽക്കപ്പയുടെ കൂടെ ഒരു കിട്ടിലും കോമ്പിനേഷൻ ആയിരുന്നു ഇത്. പ്രസന്റേഷനിലും ടേസ്റ്റിലും എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇവരുടെ ഫിഷ് ചട്ടിക്കറി. ചൂടോടുകൂടിയാണ് ഇത് സെർവ് ചെയ്യുന്നത് ചട്ടിക്കകത്ത്. ഓറഞ്ച് നിറത്തിലുള്ള ഈ കറിക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ആ പാത്രത്തിൽ നിന്ന് ചട്ടിയിലോട്ട് ചൂടോട് സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ വേറെ ലെവല് ടേസ്റ്റ് തന്നെയാണ്. ആ മീനിന്റെ ടെക്സ്ചറിൽ നിന്ന് തന്നെ അറിയാം അത് എത്രത്തോളം വെൽ കുക്ക്ഡ് ആണെന്ന്. പത്തനംതിട്ട ജില്ലയിൽ നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറന്റ് തപ്പി നടക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണിത്. പത്തനംതിട്ട ജില്ലയിൽ അധികം കാണാത്തതും കിട്ടാത്തതുമായ ഒരുപാട് ഡിഷസ് ഇവരുടെ കയ്യിലുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ഫിഷിന്റെ അച്ചാറുകൾ ലഭ്യമാണ്. കേരച്ചൂരയുടെ ഫിഷ് പിക്കിളാണ് ഞാൻ ട്രൈ നോക്കിയത്. 250 ഗ്രാം ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത്. 200 സംതിങ് തന്നെയാണ് ഇതിന് റേറ്റും വരുന്നത്. ഫിഷ് അച്ചാറിന്റെ ടേസ്റ്റ് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത്. ഇവിടെ നല്ല സുലൈമാനിയും കിട്ടും. എല്ലാം കഴിച്ചതിന് ശേഷം നല്ലൊരു സുലൈമാനിയും കൂടെ കുടിച്ചാണ് ഞങ്ങളെല്ലാം നിർത്തിയത്. ഹോട്ട് ഐറ്റംസ് കൂടാതെ തന്നെ ജ്യൂസ് ഐറ്റംസും ഇവിടെ ഉണ്ട്. ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. നൈറ്റ് ഒക്കെ ഇവിടെ നല്ല ആംബിയൻസ് ആണ്. അതുപോലെ നല്ല തിരക്കുമുണ്ട് നൈറ്റ്. ഇവിടുത്തെ പീക്ക് ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒരുപാട് പേര് രാത്രി വരുന്നുണ്ട് ഇവിടെ. അടൂർ കൊട്ടാരക്കര റൂട്ടിൽ കൂടെ പോകാനായി ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.